ഹായ് കൂട്ടുകാരെ, നമുക്ക് ആപ്പിൾ പായസം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 4 ആപ്പിൾ നല്ലതുപോലെ കഴുകി അതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ഈന്തപ്പഴം അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് പശുവിൻ പാലാണ്. 1/2 ലിറ്റർ പശുവിൻ പാൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി അല്പം പാലിൽ കലക്കി ഈ കൂട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 3 ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. പിന്നെ അല്പം ഉപ്പും, അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതൊന്ന് നല്ലതുപോലെ കുറുകി നല്ല പാകത്തിനുള്ള പരുവായിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് ഏത് തരം പായസം വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് ആപ്പിൾ പായസം, അതും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ വീടുകളിൽ. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. അങ്ങനെ നമ്മുടെ പായസം കുടിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. ഉണ്ടോ നമ്മുടെ ആപ്പിൾ പായസം? അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.